റിയലിസം എന്ന വ്യതിയാനത്തിലൂടെ സൂറയും വൈൽഡ് ആർട്ട് എന്നറിയപ്പെടുന്ന ഫോവീസത്തിലൂടെ ഫ്രഞ്ചുകാരനായ എൻറി മാത്തിസും ചിത്രകലയിൽ പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടോടെ പരോക്ഷഭാവം അഥവാ അമൂർത്ത രചനാശൈലി സ്വീകരിച്ച് അബ്സ്ട്രാക്ട് കാലഘട്ടത്തിൽ എത്തിച്ചുകൊണ്ട് ജർമ്മനിയിലെ ഫ്രാൻസ് മാർക്ക്, റഷ്യയിലെ വാസിലി കണ്ടിൻസ്കി തുടങ്ങിയവർ ഇന്ന് ആധുനിക ചിത്രകലയിൽ നിലനിൽക്കുന്ന രീതികൾക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യൻ ചിത്രകലയുടെ കുലപതിയായ രാജാ രവിവർമ്മ ഒഴികെ അറിയപ്പെടുന്ന മറ്റ് ഇന്ത്യൻ ചിത്രകാരന്മാരായ അബനീന്ദ്രനാഥ് ടാഗോർ, ഗഗനേന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ ഭരണഘടനയുടെ പുറംചട്ടയ്ക്ക് അതിമനോഹരമായി രൂപകൽപ്പന നൽകിയ നന്ദലാൽ ബോസ്, NS ബാന്ദ്രെ, ജാമിനി റായ്, അമൃത ഷെർഗിൽ തുടങ്ങിയവർ ഏറെക്കുറെ അബ്സ്ട്രാക്ട് ആർട്ടിന്റെ വക്താക്കളായാണ് അറിയപ്പെടുന്നത്. പക്ഷേ രാജാ രവിവർമ്മ യൂറോപ്യൻ ശൈലിയെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയ്ക്കനുസൃതമായി ക്ലാസിക്കൽ റിയലിസത്തിലൂടെ ചിത്രകലയെ പരിപോഷിപ്പിക്കുകയാണ് ഉണ്ടായത്. ഡാവിഞ്ചിയുടെ ഭാവനിഗൂഢത കുടികൊള്ളുന്ന മൊണാലിസ, മഗ്ദലന മറിയത്തെ അതിസൂക്ഷ്മം അദൃശ്യമാക്കി നിർത്തുന്ന അവസാനത്തെ അത്താഴം, നിഴലിന്റെയും വെളിച്ചത്തിന്റെയും സങ്കലനങ്ങൾ വരച്ചു ചേർത്ത റംബ്രണ്ടിന്റെ ലോകോത്തര സൃഷ്ടികൾ, സ്ത്രീ ചിത്രീകരണത്തിന്റെ വശ്യ സൗന്ദര്യം വാർന്നൊഴുകുന്ന രവിവർമ്മ ചിത്രങ്ങൾ, ഇവയ്ക്കുമുപരി മാനവരാശിയുടെ ചിത്രകലാ നാഴികക്കല്ലുകളെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന അജന്തയിലെയും എലോറയിലെയും മിഴവാർന്ന ഗുഹാചിത്രങ്ങൾ തുടങ്ങിയ ലോകപ്രശസ്ത സൃഷ്ടികളിലെ അസാധാരണവും അതിസങ്കീർണവുമായ പരീക്ഷണങ്ങൾ ചിത്രകലാ പണ്ഡിതന്മാർക്ക് പോലും ഉത്തരം കാണാനാവാത്ത സമസ്യയായി ഇന്നും നിലനിൽക്കുന്നു. കല മനുഷ്യനെ അഭിരമിപ്പിക്കുന്നതിനോടൊപ്പം അവന്റെ സംസ്കാരത്തെ ഉയർത്തുകയും ഹൃദയത്തെ ചൈതന്യവൽക്കരിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽക്കു തന്നെ കലയും അവനോടൊപ്പം കാലാനുസൃതമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്.